അനിൽകുമാർ, ഒരുപാട് പൊളിറ്റിക്കൽ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. താങ്കളിലേക്ക് എത്താൻ സാധിച്ചത് ഏറ്റവും അവസാന ഘട്ടത്തിൽ കൂടിയാണ്. പക്ഷേ എങ്കിലും നോക്കൂ, കാതലായ 1-2 ചോദ്യങ്ങൾ. അതിലൊന്നാമത്തേത്, ഇപ്പോൾ SFIയുടെ അന്വേഷണത്തിലൂടെ SFIക്ക് അഴിമതി അന്വേഷിക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അതിപ്പോൾ യുക്തിയുള്ളവർ ചോദിക്കുക എന്നുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളൂ. BJP നിന്ന് മറുപടി കിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആ അന്വേഷണത്തിലൂടെ ആന്റണി CMRലുമായി വെച്ച കരാറിൽ മുതലുള്ള അഴിമതി കണ്ടെത്തി എന്നുള്ളതാണ് BJP നേതാവിന്റെ ഇപ്പോഴത്തെ വാദം. അതായത് ഇത് തുടർച്ചയാണെന്നും അതിന്റെ തുടർച്ചയിൽ ഏറ്റവും അവസാനം ഇതാ വീണയിലൂടെ പിണറായി വിജയൻ എന്നുള്ളതുമാണ് അവർ പറയുന്നത്. 2, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, വീണ അഗ്നിശുദ്ധി വരുത്തണമത്രേ, സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമാകണം എന്നുള്ള പണ്ടൊരു കോടതി പരാമർശം, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതും പറയുന്നു. എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വിധി വന്നിട്ടുണ്ട്. ആ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്താണ്? 9 കൊല്ലമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതാണ് ആ കോടതി വിധിയിലെ ഒരു കാര്യം. ഈ കേസിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഈ കേസിനകത്ത് ഒരു തെളിവ് നൽകാനുണ്ട്. ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അതിന് തെളിവ് കൃത്യമായിട്ട് ഹാജരാക്കാം. സാധാരണ ഇതിന് തെളിവുണ്ടാകാറില്ല അങ്ങനെ കാര്യങ്ങൾ. ഇവിടെ തെളിവുണ്ട്. എന്താ തെളിവ്? 2016 ഏപ്രിൽ 8-നാണ് ബഹുമാനപ്പെട്ട AK ആന്റണി കൊടുത്ത ലീസ് അനുസരിച്ച് കരിമണൽ കമ്പനിക്ക് അവിടുന്ന് കരിമണൽ വാരാനുള്ള അന്തിമ സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. 2019 വരെ ആ വിധി പ്രകാരം കേരളത്തിൽ കരിമണൽ കമ്പനിക്ക് കരിമണൽ വാരാമായിരുന്നു. ചോദ്യം ഇതാണ്, സുപ്രീം കോടതി വിധിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി അത് വാരാൻ അനുവാദം കൊടുത്തോ? ഈ ചോദ്യത്തിന് ഉത്തരം വാങ്ങിച്ചു തരാമോ ആരെങ്കിലും? 2016 മുതൽ 2019 വരെയുള്ള 3 കൊല്ലക്കാലത്ത് സുപ്രീം കോടതി വിധിയുള്ളപ്പോൾ കരിമണൽ വാരിയാൽ പിണറായി വിജയനെ ആരും ഒന്നും പറയില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന നാളിതുവരെ കരിമണൽ കമ്പനി ഒരു തരി മണൽ കേരളത്തിൽ വാരിയിട്ടില്ല. ഇത് കൂടുതൽ എന്താ അഗ്നിശുദ്ധി വരുത്തേണ്ടത്? കേരള മുഖ്യമന്ത്രി അഗ്നിശുദ്ധി വരുത്തി കഴിഞ്ഞല്ലോ. മാത്രമല്ല, സുപ്രീം കോടതി വിധിച്ചാൽ പോലും കരിമണൽ കമ്പനിക്ക് ഈ കേരളത്തിൽ നിന്ന് കരിമണൽ വാരാൻ കഴിഞ്ഞില്ല 9 കൊല്ലമായി എന്ന് പറഞ്ഞാൽ ആരുടെ അഗ്നിശുദ്ധിയാണ് തെളിയിക്കപ്പെട്ടത്? അവിടെയാണ് കൃത്യമായി ഞങ്ങൾ പറയുന്നത്, സർക്കാരിനെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള BJPയുടെ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന UDFൻ്റെ അന്വേഷണ ഏജൻസികളുടെ എല്ലാ തന്ത്രവും പൊളിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ വസ്തുതാപരമല്ല. SFIO കുറ്റപത്രം കൊടുത്തിട്ടില്ല. വീണ വിജയൻ പ്രതിസ്ഥാനത്തല്ല. എന്താണ് നിയമമെന്ന് മനസ്സിലാക്കാതെ കുറേ ആളുകൾ തുള്ളിക്കളിക്കുകയാണ്. എന്താണ് നിയമം? SFIOയ്ക്ക് കുറ്റപത്രം തയ്യാറാക്കാനുള്ള അധികാരമില്ല. SFIO ആകെ ചെയ്തിരിക്കുന്നത് ഒരു കംപ്ലൈൻറ്റ് ഒരു കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കംപ്ലൈൻറ്റിനെ കുറിച്ച് മറുപടി പറയാൻ ബന്ധപ്പെട്ട എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്ന ഘട്ടത്തിലേക്കേ കോടതി കടന്നിട്ടുള്ളൂ. നോട്ടീസ് ഇതുവരെ അയച്ചിട്ടില്ല. ആ കംപ്ലൈൻറ്റ് ശരിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. തുടർ നടപടിക്രമങ്ങളിൽ ഈ നിയമപരമായ മുഴുവൻ വാദങ്ങളും കോടതിയിലെത്തും. അവിടെയാണ് ഒരു വൈരുദ്ധ്യം ഞാൻ ചോദിക്കുന്നത്. എന്താണ് വൈരുദ്ധ്യം? ഈ കമ്പനിയുടെ ഉടമ 1-ാം പ്രതി ശ്രീ ശശിധരൻ കർത്ത, 11-ാം പ്രതി വീണ വിജയൻ. 1-ാം പ്രതിക്ക് സേവനം നൽകാതെ 11-ാം പ്രതി പറ്റിച്ചു എന്നാണല്ലോ ഇവരുടെ കേസ്. 1-ാം പ്രതിക്ക് സേവനം നൽകാതെ 11-ാം പ്രതി പറ്റിച്ചാൽ 1-ാം പ്രതി എങ്ങനെ പ്രതിയാവും? ഉടമ എങ്ങനെ പ്രതിയാവും? അവിടെയാണ് ഇന്ന് രാവിലെ ഒരു കൃത്യമായ ചോദ്യം ഞാൻ ഉയർത്തിയിട്ടുണ്ട്. മലയാള മനോരമയാണോ ചോദ്യം? ചോദ്യം ഇതാണ്, മലയാള മനോരമ അതിൻ്റെ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു IT സേവന കരാറുണ്ട് മറ്റൊരു കൂട്ടരുമായി. ആ സേവന കരാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരൻ മനോരമയിൽ പറയുകയാണ്, വേണ്ടത്ര പ്രതിഫലം കിട്ടിയിട്ടില്ല, സേവനം കിട്ടിയിട്ടില്ല. മനോരമയുടെ ഉടമസ്ഥൻ പ്രതിയായി മാറുന്ന ഒരു കേസെടുക്കാൻ SFIക്ക് അധികാരമുണ്ടോ? കമ്പനി ഉടമസ്ഥന്മാരെ പ്രതിയാക്കി അങ്ങനെ കേസെടുക്കാൻ SFIക്ക് അധികാരമുണ്ടോ? നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനിയുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അധികാരം ആ കമ്പനിയുടെ ഉടമകൾക്കുണ്ട്. ഇവിടെ രസകരമായ കാര്യം, വീണ പ്രതിഫലം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതി ആരാണ്? പ്രതി കരിമണൽ കമ്പനിയാണ്. അതെങ്ങനെ ശരിയാവും? അതിനർത്ഥം എന്താണ്? അവരെ എന്തിനാ പ്രതിപട്ടികപ്പെടുത്തിയിരിക്കുന്നത്? ഞങ്ങൾക്ക് സേവനം കിട്ടി എന്ന് ഈ കമ്പനി സത്യപ്രസ്താവന കൊടുത്തു.
പിണറായി വിജയൻ്റെ മകൾ അഗ്നിശുദ്ധി തെളിയിച്ച എപ്പോഴാണെന്നറിയാമോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എഴുതി കൊടുത്തു. ഇന്നല്ല, 3 കൊല്ലം മുമ്പ് എഴുതി കൊടുത്ത എന്താണ്? ഞങ്ങൾക്ക് സേവനം കിട്ടി, ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തതിന് ആ കമ്പനിയുടെ ഉടമസ്ഥന്മാരെ എല്ലാം കൂടെ പ്രതിപട്ടിക ചേർത്ത് നിൽക്കാത്തൊരു കേസുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് ഇലക്ഷൻ്റെ പ്രൊപ്പഗൻഡയല്ലേ? രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നതല്ലേ? അതിന് കൈമണി അടിക്കാൻ സതീശനും സുധാകരനും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പോകുന്നതിന് ഞങ്ങൾക്കൊരു അത്ഭുതമില്ല കേട്ടോ. കോൺഗ്രസും BJPയും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഗുജറാത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി കേരളത്തിൽ വരാത്തതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് പറയാത്തത്. വരുന്ന ആദ്യ സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിക്ക് അത് പറയേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. ശരി, മറ്റൊരു ആരോപണം ഇവിടെ BJPയുടെ പ്രതിനിധി ഉയർത്തിയത് ഇതിനോടകം തന്നെ കോടികളുടെ നഷ്ടം ഖജനാവിനുണ്ടായിട്ടുണ്ടത്രേ ഈ ഇത്തരം ഇടപാടുകളിലൂടെ. ശ്രീ അനിൽകുമാർ, ഞാൻ ഇപ്പോൾ താങ്കളിലേക്ക് മാത്രം അവസാന ഘട്ടത്തിൽ മറുപടി എടുക്കുന്നത് ഒരുപാട് ആരോപണങ്ങൾ CPM-നെതിരെ ഇവിടെ ഇതിനോടകം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനാലാണ്. അത് SFIO കൊടുത്ത കംപ്ലൈൻറ്റ് കാണുന്നില്ലല്ലോ. ഈ പറയുന്ന SFIയുടെ കംപ്ലൈൻറ്റിൽ കേരളത്തിൻ്റെ ഖജനാവിനൊരു വെള്ളി രൂപ പോയെന്ന് കാണുന്നുണ്ടോ? ഇല്ലാത്ത കാര്യമല്ല. ഇതെല്ലാം ചുമ്മാ കൂട്ടിക്കുഴച്ച് പറയുന്നതല്ലേ. എന്താ കേരള ഹൈക്കോടതി കേസിലെ വിധി എന്താണെന്ന് മനസ്സിലാക്കണം. KMML എന്ന് പറയുന്നൊരു കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് സ്പില്ലേ വൃത്തിയാക്കാൻ ആവശ്യമായ ഒരു അനുവാദം കേരള സർക്കാർ കൊടുത്തു. KMML എന്ന് പറയുന്ന കമ്പനി അത് ടെൻഡർ എടുത്ത് കൈകാര്യം ചെയ്യുന്നു. അവർ ഇത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിനാണ്. അല്ലാണ്ട് KMRL എന്ന് പറയുന്ന കമ്പനിയായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. അതിനർത്ഥം കേരള സർക്കാരും ഈ കരിമണൽ കമ്പനിയുമായി നോ ട്രാൻസാക്ഷൻ. കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നോ ട്രാൻസാക്ഷൻ. മാത്രമല്ല ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റേതാണ് ഒരു ഉത്തരവ്. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് സ്വകാര്യ മേഖല, അത് വലിയ പ്രതിഷേധം നടക്കുന്ന വിഷയം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ BJP പ്രതിനിധി അല്പം മുമ്പ് പറഞ്ഞത് നിലവിൽ ഇപ്പോഴും ഇതാ CMRL സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി ഇവിടെ നിന്ന് കരിമണൽ കടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് പച്ചക്കള്ളമല്ലേ? ആ ഹൈക്കോടതി വിധി ഒന്ന് വായിച്ചു നോക്കിയാൽ ഹൈക്കോടതി വിധിയുടെ 51ാമത്തെ പേജൊന്നും എടുത്ത് വായിക്കുക. 51ഓ 50ഓ പേജ്, ഞാനിപ്പോൾ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. എന്താ വിധി പറയുന്നത്? CMRL-ഉം അതുപോലെ തന്നെ IRE-യും തമ്മിലാണ് വ്യാപാര കരാർ. IRE എന്ന് പറയുന്ന മോദിയുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നാണ് CMRL ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അതിനെങ്ങനെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റുമായിട്ട് അതിന് ബന്ധം? കേരള സർക്കാരുമായിട്ട് തന്നെ ബന്ധം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തോട്ടപ്പള്ളിയിൽ നിന്ന് ഈ സ്പിൽവേയിൽ നിന്ന് മണലെടുത്ത് മാറ്റുന്നത് ഇറിഗേഷൻ വകുപ്പ്. ഇറിഗേഷൻ വകുപ്പിൻ്റെ മണൽ കൊണ്ടുപോകുന്നത് KMML എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം. ആ പൊതുമേഖലാ സ്ഥാപനം ധാതു വിഭവങ്ങൾ വാങ്ങാൻ അധികാരമുള്ള ഇന്ത്യയിലെ ഏക കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ IRE എന്ന് പറയുന്ന റെയർ എർത്ത് ലിമിറ്റഡിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റെയർ എർത്ത് ലിമിറ്റഡിൽ നിന്ന് കമ്പോള നിരക്കിൽ CMRL സാധനം വാങ്ങിച്ചാൽ അത് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് എങ്ങനെ കാശ് പോകും? ഈ ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയാണ് കേട്ടോ. കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് പണം പോയിട്ടില്ല എന്ന് മാത്രമല്ല, കമ്പോള നിരക്കിലാണ് ആ വ്യാപാരമെന്ന് കേരള ഹൈക്കോടതിയുടെ വിധി കല്ലച്ച് കിടപ്പില്ലേ? പിന്നെ BJPക്കാർ കള്ളം പറഞ്ഞാൽ കേരള ഖജനാവിൽ നിന്ന് കാശ് പോകുമോ? ഇതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. കേരള സർക്കാർ കളങ്കമറ്റ സർക്കാരാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി കളങ്കമറ്റ മുഖ്യമന്ത്രിയാണ്. ആന്റണിയെപ്പോലെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഒരു സഹായവും അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇത്രയും തെളിയിച്ചൊരു കേസിനകത്താണ് കിടന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ വീണ്ടും നമ്മുടെ സ്വർണ്ണക്കടത്ത് പറഞ്ഞുകൊണ്ട് തല്ലുകൊള്ളാൻ ഇറങ്ങിയിരിക്കുന്നത്.